പരന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച ബ്രദർ സജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. നിരോധനാജ്ഞ നിലവിലുള്ള സർവേ നമ്പരപ്പെട്ട ഭൂമിയിൽ ഒരു നിർമ്മാണവും പാടില്ലെന്ന കളക്ടറുടെ നിർദ്ദേശം ലംഘിച്ച് അവിടെ കുരിശ് സ്ഥാപിച്ച ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പലതരത്തിൽ ആത്മീയ കച്ചവട തട്ടിപ്പ് നടത്തുന്ന ഇയാൾ സജിത് ബ്രദർ എന്നാണ് അറിയപ്പെടുന്നത്. യേശുവിൻ്റെ പേരിൽ വിശ്വാസികളെ പറ്റിച്ച് കോടികളാണ് ഈ ബ്രദർ സജിത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടും മതിയാവാഞ്ഞിട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭൂമി കയ്യേറി അനധികൃത കെട്ടിടം നിർമ്മിക്കാൻ സജിത്ത് വന്നത്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് നടപടിയായി പരന്തുംപാറയിൽ സജിത്ത് നിർമ്മിക്കുന്ന കെട്ടിടവും ഉൾപ്പെട്ടിരുന്നു. സർക്കാർ ഭൂമിയിലാണ് സജിത്ത് കെട്ടിടം പണിയുന്നത്. വമ്പൻ റിസോർട്ടിന് വേണ്ടിയാണ് ഈ കെട്ടിടം ഉണ്ടാക്കുന്നതെന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും താൻ ഇവിടെ ഒരു ധ്യാന കേന്ദ്രമാണ് പണിയുന്നതെന്നാണ് ബ്രദർ സജിത്ത് പറയുന്നത്. സർക്കാർ ഭൂമി കയ്യേറിയവരെ കുടിയൊഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു. അതിനിടെയാണ് അവിടെ കുരിശ് സ്ഥാപിച്ച് കെട്ടിടം പൊളിക്കാതിരിക്കാനുള്ള ഒരു പ്ലാനുമായി സജിത്ത് എത്തിയത്. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് കുരിശ് ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയിരുന്നു. നിയമസഭയിൽ വാഴൂർ സോമൻ MLA ഇന്നലെ രാവിലെ കയ്യേറ്റ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത്. പോലീസ് സുരക്ഷയിൽ ഏതാണ്ട് 3 മണിക്കൂറോളം എടുത്താണ് ആ കുരിശ് പൊളിച്ചു മാറ്റിയത്. പരന്തുംപാറയിൽ 3.5 ഏക്കറോളം സർക്കാർ ഭൂമി സജിത്ത് കയ്യേറി റിസോർട്ട് നിർമ്മിച്ചതായി കണ്ടെത്തിയിരുന്നു. അതിന് നേരത്തെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൽ ഫെബ്രുവരി 27 ഹൈക്കോടതി സർക്കാരിൻ്റെ വിശദീകരണം തേടി. തുടർന്ന് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി കളക്ടർ പീരുമേട് താലൂക്കിൽ 2 മാസം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കാൻ 15 അംഗ സംഘത്തെയും നിയോഗിച്ചു. കയ്യേറ്റക്കാർക്ക് സ്റ്റോപ്പ് മെമ്മോയും നൽകി. എന്നാൽ ഇതെല്ലാം പാടെ അവഗണിച്ചാണ് ബ്രദർ സജിത്ത് അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചത്. എന്തായാലും കുരിശ് പൊളിച്ചു മാറ്റി. ഒരു വിശ്വാസിയും അതിനെതിരെ രംഗത്ത് വന്നതുമില്ല. അതോടെ സജിത് ജോസഫ് എന്ന സജിത് ബ്രദറുടെ ആ നീക്കം പൊളിയുകയാണ്. പണ്ട് മരത്തിൽ നിന്ന് വീണ് ഒരാൾക്ക് നട്ടലിൽ 16 പൊട്ടലുകൾ ഉണ്ടായിരുന്നു. ബെൽറ്റിട്ട് പൊക്കിക്കൊണ്ടുവന്ന ആ വ്യക്തിയെ 1 മിനിറ്റിനുള്ളിൽ ആ പൊട്ടലുകൾ എല്ലാം കൂട്ടി യോജിപ്പിച്ച് ആ ഹാളിലൂടെ ഓടിപ്പിക്കുന്ന ദൃശ്യം കണ്ട് അന്ന് വിശ്വാസികൾ കരഞ്ഞ് കൈയടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ യേശു ക്രിസ്തുവിനെയും വിശ്വാസത്തെയും വിറ്റ് കോടികൾ ഉണ്ടാക്കിയ സജിത്ത് ഇപ്പോൾ അനധികൃതമായി ഉണ്ടാക്കിയ സ്വത്ത് കൈവിട്ട് പോകാതിരിക്കാൻ കുരിശിനെയാണ് ആശ്രയിച്ചത്. എന്നാൽ ഒരൊറ്റ വിശ്വാസിയുടെയും എതിർപ്പില്ലാതെ തന്നെ ആ കുരിശ് ഇപ്പോൾ തകർത്തിരിക്കുന്നു. ആ കുരിശ് പൊളിഞ്ഞു വീഴുന്നതിനൊപ്പം ബ്രദർ സജിത്തിൻ്റെ കപട മുഖം കൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്.